വയോധികയ്ക്ക് ദാരുണാന്ത്യമുണ്ടായ ആറാട്ടുപുഴയിൽ നിന്ന് അൽ അമീൻ തൊട്ടുമുക്ക് നമുക്കൊപ്പം എത്തുന്നു. അൽ അമീൻ, ദാരുണമായ സംഭവമാണ്, ഇനി അത് ആവർത്തിക്കാതിരിക്കണം എന്നത് പ്രദേശവാസികൾ കൂടുതൽ ശക്തിയായി ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ രംഗത്താണോ ഇപ്പോൾ? ഒരു സംശയമില്ല സുജയ, കാരണം പ്രദേശവാസികൾ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയപ്പാടോടെ അല്ലാതെ പുറത്തിറങ്ങാനാവില്ല എന്നുള്ളതാണ്. അത്രത്തോളം തെരുവ് നായ ശല്യം രൂക്ഷമായ പ്രദേശമാണ്. ഈ കുട്ടികളേക്ക് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുക, രാത്രി തെരുവുളക്കുന്ന ഈ പ്രദേശത്തിൽ. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത്തരത്തിൽ ആ അർത്ഥത്തിൽ തെരുവ് നായകളുടെ ആക്രമണം ഉണ്ടാവുക. ടൂറിസം കേന്ദ്രമാണ്, അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ തന്നെ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ പലയിടത്തും നിക്ഷേപിക്കുന്നത് കൊണ്ട് ആ തരത്തിൽ ഒരു നായകളുടെ കേന്ദ്രീകരണം കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ റോഡും കടലും അത് കഴിഞ്ഞാൽ നേരെ തൊട്ടുപുറത്താണ് പ്രകാശിന്റെ വീട്. ഈ വീട്ടിനകത്ത് വെച്ചാണ് ഇന്നലെ കാർത്തികേയമ്മയ്ക്ക് ക്രൂരമായ ഈ നായകളുടെ മർദ്ദനമേൽക്കുന്നത്. ഓടിച്ചിട്ട് കടിക്കുകയോ അല്ലെങ്കിൽ പിന്തുടർന്ന് ആക്രമിക്കുകയോ ആയിരുന്നില്ല. വീട്ടിന്റെ കോമ്പൗണ്ടിൽ, ഈ ചുറ്റുമതിലിനകത്ത് ഗേറ്റ് കിടന്നകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ പുറത്ത് വീട്ടിന്റെ കോമ്പൗണ്ടിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു താൽക്കാലിക കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു അല്ലെങ്കിൽ വിശ്രമിക്കുകയായിരുന്നു കാർത്തികേയമ്മ. അവിടേക്ക് വന്ന് ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നായകളുടെ ഒരു അപകടകാരികളായ നായകളാണ് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഏതെങ്കിലും തരത്തിൽ നായകളെ പ്രകോപിപ്പിക്കുകയോ കല്ലെറിയുകയോ മറ്റോ ചെയ്ത് പ്രകോപിപ്പിക്കുമ്പോഴാണ് പിന്തുടർന്ന് ആക്രമിക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പറയുന്ന വേലിക്കെട്ട് വീടിന്റെ മുൻഭാഗത്ത് മാത്രമാണ് ചുറ്റുമതിലുള്ളതെങ്കിൽ ബാക്കി ഭാഗത്തെല്ലാം ഈ വേലി കൊണ്ട് തീർത്താണ് ഈ അതിർത്തിയൊക്കെ കെട്ടിമറച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ചാക്കുകെട്ടുകളൊക്കെ തുറന്ന് അകത്തുകൂടിയാണ് ഈ നായകൾ അകത്തേക്ക് കടന്നു വന്നതും ഈ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന കാർത്തികേയനെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത്. നമ്മൾ തൊട്ടപ്പുറത്തൊരു ചേച്ചി നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു, അപ്പുറത്തെ കടയിൽ. അവർ പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഈ നായകളുടെ വിളിയും അതുപോലെ തന്നെ അയ്യോ അയ്യോ എന്നുള്ള കരച്ചിലുമൊക്കെ കേട്ടു എന്നുള്ളതാണ് ആ ചേച്ചി പറയുന്നത്. കാരണം അതിന് മുൻപ് തന്നെ രാവിലെ തന്നെ പ്രകാശ് ചേട്ടനും ഭാര്യയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. അതിനുശേഷം നിരന്തരം നായകളുടെ വിളി കേൾക്കുന്നു. അപ്പോൾ ഈ വീട്ടിലൊരു വളർത്തു നായുണ്ട്, സ്വാഭാവികമായും ഇത് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. സ്വാഭാവികമായും ആ നായയുടെ വിളി ആയിരിക്കുമെന്നുള്ളത് അവർ കരുതുന്നു, ഈ നായകളുടെ വിളി വരുമ്പോൾ. ഇത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ അയ്യോ അയ്യോ എന്നുള്ള വിളി കേൾക്കുമ്പോൾ അവരെ കടയിൽ നിന്ന് വന്നിട്ട് തൊട്ടപ്പുറത്തെ വേലിക്കെട്ടിനകത്ത് നിന്ന് എത്തി നോക്കി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നോക്കിയാൽ പോലും, അങ്ങനെ നോക്കുമ്പോൾ വീടിൻ്റെ വാതിൽ അടച്ചിരിക്കുന്നതേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പുറത്ത് ഈ കട്ടിലിൽ ഒരാളുള്ളതോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. കാരണം ചുറ്റും കുറേ മരങ്ങളും ചെടികളും ഒക്കെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കാഴ്ച മറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ ചേച്ചി പറയുന്നത്. പ്രകാശേട്ടൻ പറയുന്നത് 4 മണിയോടുകൂടി ഇവിടെ എത്തുമ്പോഴാണ് ഈ രീതിയിൽ അമ്മയെ കാണുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ ചിത്രം കാണുമ്പോൾ, ആ ആക്രമിക്കപ്പെട്ടതിന് ശേഷം കാർത്തികേയമ്മയുടെ മുഖമടങ്ങുന്ന ചിത്രം നമ്മൾ കണ്ടു, നമ്മുടെ കയ്യിലുണ്ടത്. പക്ഷേ പ്രേക്ഷകരിലേക്ക് നമുക്ക് കാണിക്കാനാവില്ല. ആ ചിത്രം കാണുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് നേരത്തെ അലി സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് നായകൾ വന്ന് ആക്രമിച്ച് പോയതല്ല. കാരണം മാന്തി പറിച്ച് പൂർണ്ണമായും മുഖം ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് നേരം ഒരുപക്ഷെ അമ്മ നായകളോട് മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നായകളുടെ ആക്രമണത്തിന് ഇരയായിരുന്നിട്ടുണ്ടാകാം. അങ്ങനെ സമയമെടുത്ത് ഈ 3 നായകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രകാശേട്ടൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 നായകളും കൂടി ചേർന്നാണോ കാർത്തികേയമ്മയെ മർദ്ദിച്ചത്, ആക്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും വല്ലാത്ത ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. അമ്മ കൂടുതലും പകൽ സമയത്തൊക്കെ കൂടുതലും ഈ പുറത്താണ് കിടക്കുന്നത് എന്നുള്ളതാണ് പ്രകാശേട്ടൻ പറയുന്നത്. വീട്ടിനകത്ത് സ്ഥലമുണ്ടെങ്കിലും അമ്മയുടെ സൗകര്യത്തിന് പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങി കിടക്കാറാണ് പതിവ്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഉൾപ്പെടെ പുറത്ത് ആയിരിക്കും എന്നുള്ളതും അമ്മ പറയുന്നുണ്ട്. ചേട്ടാ, നിങ്ങളൊക്കെ പ്രദേശവാസികളാണോ, ഇവിടുത്തെ ആളുകളാണോ? എങ്ങനെയാണ് തെരുവുനായ ശല്യമൊക്കെ എങ്ങനെ വലിയ രൂക്ഷമാണോ? രൂക്ഷമായ ശല്യം, രൂക്ഷം. ഇവിടെ നമ്മളെന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളല്ലേ കൂടുതലും. നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ പണിക്ക് പോകാൻ നേരത്ത് വരുമ്പോഴെന്ന് പറയുമ്പോൾ ഭയങ്കര ആക്രമണം. ഇവിടെ ഈ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇവിടെ ഈ ആൾക്കാർ വരികയും പോവുകയും ഭക്ഷണം പട്ടികൾക്ക് കൊടുക്കുകയും അങ്ങനെ ആകുമ്പോഴേ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടെ. നമുക്ക് വെളുപ്പിനെ ഒരു കാരണവശാലും നമുക്ക് പോകാനൊക്കത്തില്ല. എന്തെങ്കിലും ടോർച്ചോ വടിയോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുമായിട്ട് പോയാൽ നമുക്ക് വലിയ വിഷയം വരത്തില്ല. ഇപ്പോഴത്തെ അല്ലാതെ നേരത്തെ ആളുകൾ ഉപദ്രവിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അനുവസ്ഥനാണ്. ഞാൻ വള്ളത്തിൽ കയറാൻ രാത്രി 2 മണിക്ക് തൃക്കുന്നപ്പുഴക്കാർ സുദർശനം വള്ളത്തിൽ കയറാൻ പോയപ്പോഴേ 4 പട്ടി എന്നെ 4 ചുറ്റും ആക്രമിച്ച്. ഞാൻ പിന്നെ ഈ പൂഴി മണ്ണ് എറിഞ്ഞെറിഞ്ഞാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. മണ്ണ് വീണപ്പോഴത്തേക്കും അവർ ഓടി മാറി. അവിടെ നിന്ന് പിന്നാണ് അയൽവാസികളായ എൻ്റെ ചേട്ടൻ്റെ അപ്പുറത്ത് താമസക്കാരാണ്, അവർ ഓടി വന്ന് എന്നെ രക്ഷിക്കുകയും അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി തൃക്കുന്നപ്പുഴയ്ക്ക് പോവുകയും ചെയ്തത്. വള്ളത്തിൽ കയറി കുട്ടികളൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവസ്ഥ എങ്ങനെയാണ്? സ്കൂളിൽ കുട്ടികൾ വരുമ്പോൾ രക്ഷിതാക്കൾ റോഡിൽ നിന്നിട്ട് 2-3 പേര് നിന്നിട്ടാണ് പിള്ളേരെ കയറ്റി വിടും. ചെറിയ പിള്ളേരാണ്, ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ളതും 5 വയസ്സിനിടയ്ക്കുള്ള പിള്ളേരെ സ്കൂളിൽ പോകുന്ന സമയത്തും ബുദ്ധിമുട്ടാണ് വരുന്നത്. മെയിനായിട്ട് പ്രശ്നം എന്ന് ടൂറിസം ഏരിയ ആയതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഒരുപാട് വണ്ടികൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇവിടെ പുതിയൊരു പാലം ഓപ്പൺ ആയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ആൾക്കാർ രാത്രി വരുന്നുണ്ട്. പക്ഷേ അത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, അവർക്ക് അറിഞ്ഞുകൂടാ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. പല സമയങ്ങളിലും എനിക്ക് ഫിഷിംഗ് ഫീൽഡായിട്ട് ബോട്ടുണ്ട്, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാനും പേടിച്ചാണ് വരുന്നത്. പല സമയങ്ങളിലും വണ്ടിയുടെ പുറകെ ഓടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കടിക്കും. വണ്ടിയുടെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ 2-3 ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന ആൾക്ക് ഇതുമായിട്ട്
യാതൊരു അറിവില്ലാതെ വരുന്ന അവർ നോക്കുമ്പോൾ ടൂറിസ്റ്റ് ഏരിയ ആണ്, റോഡൊക്കെ നല്ല രീതിയിൽ കിടപ്പുണ്ട്. ആ രീതിയിൽ അങ്ങ് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഭയങ്കരമാണ്. പട്ടിശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. പഞ്ചായത്ത് തലത്തിലും സർക്കാർ തലത്തിലും യാതൊരു നടപടിയും എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ജീവന് ഒരുപാട് ജീവൻ ഇനിയും പൊലിയാൻ സാധ്യതയുണ്ട്. അതന്നെ, കാരണം നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ വന്നിറങ്ങുമ്പോൾ ആ ഭാഗത്തു കൂടി, ആ കടൽ തീരത്തോട് ചേർന്നുള്ള ഭാഗത്തു കൂടി ചേർന്ന് ഒരു കൂട്ടം നായകൾ വരിവരിയായിട്ട് വരുന്നെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും ഒക്കെ കൊലവിളി നടത്തി വരുന്നത് പോലെ ഒരു കൂട്ടം നായകളുടെ കടന്നു വരാൻ ദൃശ്യങ്ങൾ നമുക്കുണ്ട്. അത് അവിടെ ഉണ്ടെങ്കിൽ പ്രേക്ഷകരിലേക്ക് കാണിക്കാവുന്നതാണ്. അങ്ങനെ നായകളുടെ വലിയ ഒരു വിഹാര കേന്ദ്രം തന്നെയാണ് ഇവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നായകൾ പരസ്പരം ബഹളം വെക്കുന്നത്, നായകൾ പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നതുമൊക്കെ ആ തരത്തിൽ പതിവ് കാഴ്ചയാണ്. മറ്റൊരു അമ്മച്ചി ഇപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അമ്മയും രാവിലെ മുതലേ വലിയ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞിവിടെ നിലയുറപ്പിച്ചിട്ടുള്ള ആളാണ്. അമ്മ, ഇവിടെ എങ്ങനെ തെരുവുനായയുടെ പ്രശ്നമൊക്കെ വലിയ രൂക്ഷമാണോ? ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ പട്ടി, പക്ഷെ അത് പിന്നെ എറിഞ്ഞൊക്കെ ഓടിക്കും. ഇത് ഈ വല്യമ്മ ഇവിടെ വെച്ചെങ്ങാണ്ട് കയറി ചെന്ന് കടിച്ചതാ. കാർത്തികേയനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നിന്നിട്ടുമുണ്ട്. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഓടി വീട്ടിലോട്ട് വരുമായിരുന്നു. നായകൾ കൂട്ടം കൂടിയൊക്കെ ആക്രമിക്കുമ്പോൾ ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ആരോഗ്യാവസ്ഥയ്ക്കുള്ള ആളാണോ? അല്ല, ആള് തീരെ വയ്യാത്ത ആളാണ്, പ്രായമായി. അതൊരു പ്രധാന ഘടകമാണ്. കാരണം ആ വീട്ടിലെ കട്ടിലിൻ്റെ ഭാഗത്ത്, പുറത്ത് കിടക്കുന്ന കട്ടിലിൻ്റെ ഭാഗത്ത് തന്നെയാണ് കാർത്തികേയനുമായി പരുക്ക് പറ്റി കിടന്നത്. കാരണം ഈ നായകളെ പ്രതിരോധിക്കാനോ ഓടി മാറാനോ കുതിരി മാറാനോ ഒക്കെ പറ്റുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കെങ്കിലും ഒരു പക്ഷേ കാർത്തികേയനും ഓടി കയറിയേനെ. പക്ഷേ അതിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് പറ്റുന്ന ആരോഗ്യാവസ്ഥയുള്ള ആളല്ല കാർത്തികേയനി അമ്മ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ 3 നായകൾ ചേർന്ന് ഇത്തരത്തിൽ കടിക്കുമ്പോൾ, 3 നായകൾ എന്ന് പറയുമ്പോൾ ഈ പ്രകാശും കുടുംബക്കാരും വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 3 നായകളാണ്. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതൽ നായകൾ ഉണ്ടായിരുന്നോ ആക്രമണ സമയത്ത്? പിന്നീട് അതൊക്കെ മടങ്ങിപ്പോയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ട്. ഈ കടൽ തീരത്തേക്ക് കയറി നോക്കുമ്പോൾ ഇപ്പോഴുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ നിരവധി നായകൾ നമ്മൾ നേരത്തെയും കണ്ടിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വിഹാര കേന്ദ്രമാണ് സുജയ് ഈ പ്രദേശമൊക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെ ആ തരത്തിലൊരു ആശങ്ക അവർക്കുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പരാതിയൊക്കെ പറഞ്ഞെങ്കിലും ആ പരാതികൾക്കൊന്നും വേണ്ട തരത്തിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുകൂടി അവർ ആക്ഷേപിക്കുകയാണ്. നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ സ്ത്രീകളടക്കമുള്ളവർ പുറത്തേക്ക് നിൽക്കുമ്പോൾ അവിടെയുള്ളവർ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് പ്രധാനം. ഇത് ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല താനും.